Good morning. Today we are going to study how to divide the browser window. നമ്മുടെ ബ്രൗസർ വിൻഡോനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ഡിവിഷനിലും നമുക്ക് ഓരോ വെബ് പേജസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. So today we are going to look how this division is possible. The first point to be noted here is we are using the frame set tag for dividing the browser window. എന്താണ് ആദ്യത്തെ പോയിന്റ്? ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ്. ഓക്കെ. സെക്കൻഡ് വൺ is it is a container tag. Frame set എന്ന് പറയുന്ന ഒരു container tag ആണ്. And the very important point to be noted in the frame set tag is, in all other examples we have studied that the contents that are displayed in the browser window is given under the body tag. But in the case of frame set tag, we need not use body tag. So if we are using frame set tag, we should not use body tag. Clear? അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മുന്നേയുള്ള എക്സാമ്പിൾസിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് വെബ് പേജിൽ എന്ത് കണ്ടന്റ് ആണോ വരേണ്ടത് അതെല്ലാം നമ്മൾ ഓപ്പണിംഗ് ടാഗ് ബോഡിയുടെയും ക്ലോസിംഗ് ടാഗ് ബോഡിയുടെയും ഉള്ളിലാണ് എഴുതിയിരുന്നത്, അല്ലേ? പക്ഷേ ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ കേസിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് വി ഷുഡ് നോട്ട് യൂസ് ബോഡി ടാഗ് വൈൽ വി ആർ യൂസിങ് ഫ്രെയിം സെറ്റ് ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ടാഗ് ഉപയോഗിക്കാൻ പാടില്ല? ഓർ ദ ബോഡി ടാഗ് ഷുഡ് നോട്ട് ബി റിട്ടേൺ വൈൽ വി ആർ യൂസിങ് ദി ഫ്രെയിം സെറ്റ് ടാഗ്. ബോഡി ടാഗ് നമുക്ക് ഏതിനാവശ്യമില്ല? ഫ്രെയിം സെറ്റ് ടാഗിന് ആവശ്യമില്ല. ബോഡി ടാഗ് ഇല്ലാതെയാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ്. ദ ഫസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ് ആർ കോൾസ്. കോൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം കോളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദിസ് ഇസ് യൂസ് ടു സ്പെസിഫൈ how many vertical sections should be in a browser window. ഒരു ബ്രൗസർ വിൻഡോ വെർട്ടിക്കലായിട്ട്, കോളംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലാണ് അല്ലേ? അപ്പോൾ വെർട്ടിക്കലായിട്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നതുകൊണ്ടാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? കോൾസ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, വാട്ട് ഷുഡ് ബി ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ഫ്രെയിം. വാട്ട് യു മീൻ ബൈ ഡയമെൻഷൻ? ദ സൈസ്. ഓരോ ഫ്രെയിമിൻ്റെയും, ഓരോ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെയും സൈസ് എത്രയാണെന്നും അതെത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നും സ്പെസിഫൈ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് കോൾസ് എന്ന് പറയുന്നത്. Okay, now let us see some examples here. Here I have given as frame set calls equal to 30%, comma 500, comma star. You have to notice here I have given as star. So what's the meaning of these values? The first value I have given as percentage. That means the first frame, that means the first division should occupy the 30% of the total size of the browser window. മൊത്തത്തിലുള്ള ബ്രൗസർ വിൻഡോൻ്റെ 30% ആര് ഓക്യുപ്പൈ ചെയ്യണം? ഫസ്റ്റ് സെക്ഷൻ ഓക്യുപ്പൈ ചെയ്യണം. And the second one, I have not used any percentage and I have just given some value 500. That means the next 500 pixels should be occupied and will occupy by the second section. Okay, so percentage means the size which is occupied by the or the 30% will be 30% of the total size will be occupied by the first frame, and the next 500 pixels will be occupied by the second frame, and the last one I have given as star. That means star means remaining. So after occupying the 500 pixels, the remaining portion or the remaining space will be occupied by the third frame. Okay, അപ്പോൾ ആദ്യത്തെ ഫ്രെയിം എത്ര ശതമാനം എടുത്തു? മൊത്തം സൈസിൻ്റെ 30% എടുത്തു. അതിനുശേഷമുള്ള 500 പിക്സൽസ്, 500 പിക്സൽസ് നെക്സ്റ്റ് സെക്ഷൻ എടുത്തു. ആൻഡ് ദ റിമൈനിങ് വിൽ ബി ഓക്യുപ്പൈഡ് ബൈ ദി തേർഡ് സെക്ഷൻ. ദാറ്റ് ഇസ് എ മീനിങ് ഓഫ് സ്റ്റാർ. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് റോസ്. ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല. ഇൻ ദ കേസ് ഓഫ് കോൾസ് we said that
the division will be in the base of, or in the division, the frames will be the vertical frames. Here the frames will be horizontal frames. So division row wise horizontal. For the division will be the horizontal frame. Here also we can specify the number of frames to be divided in horizontal as well as the dimension. Okay. Next one is border. It helps us to specify the thickness of the border for each frame. It is given in pixels. The next one is border color. It is used to give color to the frame. It is used to give color to the border of the frame. That is the meaning of border color. Okay. The next very important tag is frame. So frame set frame set frame set frame set frame set is actually used to specify the structure of the division. A division frame set section we have to upload the web page. In each section we have to upload the web page or the HTML page. Okay, that HTML page is uploaded with the help of frame tag. So simply by using frame set tag, it does not contain any meaning. Okay, but frame set tag in the code, content frame content. Clear? But more section divided, there should be 3 frame tag, because each frame tag represents one web page. So if I am going to divide the web browser window into 3 sections, I should use 3 frame tags. Okay, and the next point is frame tag. We have already said frame tag is used to give content to the web page where the division is made by using the frame set tag. Okay, so frame tag should come under the frame set tag. Frame divide structure web page upload frame tag should come under the frame set tag. And the very important point to be noted here is that it is an empty tag. Frame set is a container tag, whereas frame is an empty tag. Okay. So next we are moving on to the attributes of frame tag. First one is SRC. We have already said frame tag is used to upload the contents of the web page to each section. Odo section content upload web page upload frame. What is the meaning of SRC? SRC is used to specify the path of the web page that should be uploaded. Odo section upload web page web page in the path we are using the SRC attribute. Okay, so next one is scrolling. Scroll bar. We already know if the content exceeds the frame size, or scroll bar automatically appears. Web page content browser window space we should scroll the web page, only then we can see the content. Scroll so scrolling attribute is used to specify whether the scroll bar should appear or not. Okay, so it contains 3 values: yes, no, or auto. Yes no scroll bar no means no need of any scroll bar. Auto means automatically a scroll bar appears if the content exceeds the normal display area. Browser window normal display area content exceed it will automatically a scroll bar will appear in the case of auto value, and by default auto is the default value of scrolling. Scrolling automatic scrolling bar if we don't need scroll bar, we should give the value as no. Okay. The third one is no resize. So this is a special attribute which does not contain any value. This attribute value illa. Okay, so we are just giving no resize.
നോ റീസൈസ് എന്ന് മാത്രം ഇവിടെ കൊടുത്താൽ മതി. റീസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫ്രെയിം റീസൈസ് ചെയ്യണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടന്റ് നമ്മൾ ഡ്രാഗ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ദിസ് ആട്രിബ്യൂട്ട് പ്രിവെന്റ് യൂസേഴ്സ് ഫ്രം റീസൈസിങ് ദ ബോർഡർ ഓഫ് എ സ്പെസിഫിക് ഫ്രെയിം. ഒരു ഫ്രെയിമിൻ്റെ ബോർഡർ റീസൈസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ we can use no resize attribute along with the frame tag. So the specialty of no resize is there is no need to there is no value in the case of no resize attribute. Okay, so next one is margin width and margin height. It is used to specify the horizontal and vertical margins. How many pixels should be left from the left side and how many pixels should be left from the top side. That means margin height is specified by the margin width and margin height. It is also given in pixels. So, and the last one is name. Name attribute you already we have studied. Name is used to give name to each frame. ഓരോ ഫ്രെയിമിന് പിന്നീടുള്ളൊരു for further reference, പിന്നീടുള്ളൊരു റെഫറൻസിന് വേണ്ടി നമ്മൾ ഓരോ ഫ്രെയിമിനും പേര് കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് നെയിം എന്ന് പറയുന്നത്. Okay, so we are going to the illustration of frame set tag. Here I have written a program. In this program I am planning to divide our browser window into 3 sections horizontally. Okay, here I have given as rows. Horizontally I am dividing, and the first one is 20%. First section should occupy the 20% of the total browser window. Next section it should occupy 30%, and then last section should be occupied by the 50% of the total browser window. So here I am going to give, first I have to display the table program, second one nested list program. These 3 programs we have discussed before, and last one mark you program. So see here, here I have not used any body tag. Body tag I am going directly to the frame set tag. I have not used, once again I am repeating, here I have not used body tag. I have directly gone to the frame set tag, and here see I have divided the browser window into 3 sections. So I will have 3 sections horizontally. We have 3 sections, and in the first section, which content should come? Table1.html web page should appear. That means it should appear, the table program should be loaded to that first section. Second one, nested list program should be loaded to the second section, and the third one, marquee program should be loaded to the third section. So if I am dividing the browser window into 3 sections, I have to use 3 frame tags, and this is empty tag, so I have not closed the frame tag, whereas frame set is a container tag, so I have to close the frame set tag. Okay, so we are going to the program. First program, frame set here. Okay, so I am going to execute the program. See, this is the output. So first we have set to load the web page table.html. In that program I have asked to display a table. We have already discussed this table before in the previous classes. And in the second example I have asked to load the program or load the web page to display the nested list here. See, automatically a scroll bar is displayed. I have not used the attribute scrolling. And scrolling or in attribute to use ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഫ്രെയിമിൻ്റെ കണ്ടന്റിനേക്കാളും കൂടുതലായതുകൊണ്ട് automatically a scroll bar is displayed by the HTML program. Okay, and the third one is marquee program. അവിടെയും ഒരു marquee അവിടെ display ചെയ്യുന്നുണ്ട്. So this is the meaning of frame set. The total browser window is divided into 3 sections, and each section is loaded with different web pages. Okay, so we are moving on to the next section, targeting frames. അപ്പോൾ എന്താണ് targeting frames എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It's very simple. Targeting frame means we can provide hyperlink in any frame. Okay, so first we are dividing the browser window, and in one section we are providing the links. Okay,
In one section we are providing the links, and when we click that links, automatically the content of that link will be displayed in the next section. അതാണ് നമ്മൾ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ടാർഗറ്റിംഗ്? ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സെക്ഷനിൽ, നമ്മുടെ വെബ് പേജിലുള്ള ഒരു സെക്ഷനിൽ നമ്മൾ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റ് വേറൊരു സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റിംഗ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. Okay, so for this we have to perform two steps. And then two steps. First step is we have already studied about the name attribute. What is the use of name attribute? Name attribute is used to name a frame for future reference. നമ്മൾ പറഞ്ഞു ഒരു ഫ്രെയിമിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണം. ഇവിടെയാണ് ആ നെയിമിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ where I should display the content of the link should be named. എവിടെയാണോ എനിക്ക് ആ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഫ്രെയിമിന് ഞാൻ ആദ്യം ഒരു പേര് കൊടുക്കണം. ഓക്കെ. സെക്കൻഡ് വൺ, നമ്മൾ ഇൻ ദ മെയിൻ പ്രോഗ്രാമിൽ വി ആർ റെഫറിങ് ദാറ്റ് നെയിം ടു ഡിസ്പ്ലേ ദി കണ്ടന്റ്. നമ്മൾ ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2 പേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ in the first just assume I have given links in the first frame. Okay, so the content of that frame will target the second frame. I am naming the second frame because my content should be displayed in the second frame. When I am clicking the link that is displayed in the first section, the content should be displayed in the second frame. Okay, so in the first frame I should target the second frame. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്രെയിമിലാണ്, അതിൻ്റെ കണ്ടന്റ് സെക്കൻഡ് ഫ്രെയിമിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് സെക്കൻഡ് ഫ്രെയിമിനെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? ഐ ഷുഡ് നെയിം ദി സെക്കൻഡ് ഫ്രെയിം. സോ ഫോർ ടാർഗറ്റിംഗ് ദ സെക്കൻഡ് ഫ്രെയിം ഐ എം യൂസിങ് ദ നെയിം ആസ് ദി റെഫറൻസ്. ആ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഞാൻ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? Okay, so I am directly going on to the program. അപ്പോൾ അതുകൊണ്ട് തന്നെ in the case of targeting frame, here if I am dividing the browser window into two, I have to use two programs, two different programs. Okay, so ആദ്യം ഞാനൊരു target.html എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ എഴുതി. I have given the name here because we want to refer that name in the next program. That is why I am writing the name here. Originally we need not write any frame name here. We can save this file with the name target.html in the editor. Okay, അപ്പോൾ ഞാൻ ഇവിടെ എഴുതി പ്രോഗ്രാം എന്ന് എഴുതി target.html എന്നാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. സി in the body tag, assume this is the first program, or this is the program which I want to load in the first section. Okay, so ഇവിടെ ഞാൻ എഴുതി ബോഡി എഴുതി. ഞാൻ ഇവിടെ 3 ലിങ്ക്സ് കൊടുത്തു. we know that to provide the link I am using the a tag, ahref. ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് table.html എന്ന് പറയുന്ന ലിങ്കാണ്. അതായത് ഞാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സെക്കൻഡ് ഫ്രെയിമിൽ എന്ത് വരണം? ടേബിൾ ആ ഫ്രെയിമിൽ തന്നെയല്ല, സെക്കൻഡ് ഫ്രെയിമിൽ എന്ത് വരണം? ടേബിൾ വരണം. അതാണ് എൻ്റെ പ്രോഗ്രാം. സോ ഐ എം ഗോയിങ് ടു യൂസ് ദ ടാർഗറ്റ് ആട്രിബ്യൂട്ട്. സോ ഹിയർ വി ഹാവ് ടു യൂസ് ദി ടാർഗറ്റ് ആട്രിബ്യൂട്ട്. ടാർഗറ്റ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ നെയിം അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഫ്രെയിമിൻ്റെ കൂടെ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഐ എം യൂസിങ് ദി ടാർഗറ്റ് ആട്രിബ്യൂട്ട്. ടാർഗറ്റ് ഈസ് ഈക്വൽ ടു ബോട്ടം ഫ്രെയിം. അപ്പോൾ സെക്കൻഡ് ഫ്രെയിമിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബോട്ടം ഫ്രെയിം എന്നാണ് അതിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത്. Okay, and the second link I have provided with the a tag ahref nestedlist.html. ഇതാണ് എൻ്റെ ലിങ്കിൻ്റെ പേര്. അവിടെയും ഞാൻ ആ ഫ്രെയിമിന് എന്താ പേര് കൊടുത്തിരുന്നത്? ബോട്ടം ഫ്രെയിം. അതായത് സെക്കൻഡ് ഫ്രെയിമിലാണ് എനിക്ക് അവിടെ വരേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിന് കൊടുത്ത് ബോട്ടം ഫ്രെയിം. We can give our own names. I have just given the bottom frame. You can give your own names. Next one I have given as ahref link. ഞാനൊരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തു. I have also given the target name as, or the name of the frame as, bottom frame. Okay, now I have closed the body tag, I have closed the HTML tag. Now this is the main program. Here we are going to dividing the browser into different sections. Okay, so I have not, since I have used the frame set tag, I have not used the body tag. Frame set ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ഉപയോഗിച്ചിട്ടില്ല? ബോഡി ഉപയോഗിച്ചിട്ടില്ല. I am going to divide the browser window
row wise or the horizontal wise, the first browser window should occupy, or here I'm just showing you calls just to illustrate the working of calls. Calls ഞാൻ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ 200 എന്ന് വരണം. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് sorry not 200. The first column should be occupied by 200 pixels and the remaining portions should be occupied by the second section. So once again I repeat, we are going to divide the browser window in vertically. So the first frame should occupy 200 pixel space and the remaining space should be occupied by the second window. So since we are dividing the browser window into two sections, we should use two frame. രണ്ട് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര ഫ്രെയിം യൂസ് ചെയ്യണം? 2 ഫ്രെയിം യൂസ് ചെയ്യണം. ആദ്യത്തെ ഫ്രെയിമിൽ എന്താണ് വരേണ്ടത്? ഏത് ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? നമ്മൾ മുന്നേ എഴുതിയ ഫയൽ അപ്ലോഡ് ചെയ്യണം. ദാറ്റ് ഈസ് target.html അപ്ലോഡ് ചെയ്യണം. ആ target.html എന്തുണ്ടാവും? ആ 3 ലിങ്ക്സുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. target.html ഉള്ളിലാണ് ആ 3 ലിങ്ക്സിന്റെ പ്രോഗ്രാം ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ target.html എന്ന് പറയുന്ന ഫയലിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആ 3 ലിങ്ക്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ഫ്രെയിമിലേക്ക് വരേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? target.html. And in the second frame, automatically, since I have given here the target attribute here, automatically the content will be displayed. I am going to just give the name. ഇവിടെ നമുക്ക് SRS ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഫയലൊന്നും അല്ല വരേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് അതാത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ബട്ട് വി ഹാവ് ടു യൂസ് ദ നെയിം ആട്രിബ്യൂട്ട് ബിക്കോസ് ദ സെക്കൻഡ് ഫ്രെയിം ഈസ് ദ ടാർഗറ്റ് ഓഫ് ദി ലിങ്ക്സ് അല്ലേ? ആ 3 ലിങ്ക്സിൻ്റെയും ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്രെയിമാണ്. അപ്പോൾ ആ സെക്കൻഡ് ഫ്രെയിമിന് ഞാനൊരു പേര് കൊടുത്തു. എന്താണ് ആ പേര്? നെയിം ഈസ് ഈക്വൽ ടു ബോട്ടം ഫ്രെയിം. ഹിയർ ഓൾസോ ഐ ഹാവ് യൂസ് ദ ടാർഗറ്റ് നെയിം ആസ് ബോട്ടം. സോ ദ നെയിം ഈസ് റെഫേർഡ് ബൈ ദി ആട്രിബ്യൂട്ട് ടാർഗറ്റ്. അപ്പോൾ സെക്കൻഡ് ഫ്രെയിമിൻ്റെ നെയിമാണ് ഇവിടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. ടാർഗറ്റ് ഈസ് ഫസ്റ്റ് ഫയൽ എങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യുന്നു? എൻ്റെ സെക്കൻഡ് ഫ്രെയിമിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. എങ്ങനെ മനസ്സിലായി? ദ നെയിം ഓഫ് ദ സെക്കൻഡ് ഫ്രെയിം ഐ ഹാവ് ഗിവൺ ഹിയർ ബോട്ടം ഫ്രെയിം. ഹിയർ ഓൾസോ ഐ ഹാവ് targeted the second frame by using the name of the second frame, that is the bottom frame. Okay. So we have closed the frame set tag and we have closed the HTML tag. So we can look how this program will work. ഇവിടെ ഞാൻ ആ പ്രോഗ്രാം ഞാനിവിടെ യൂസ് ചെയ്തു. ടാർഗറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഫസ്റ്റത്തെ പ്രോഗ്രാമാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അതിൽ ജസ്റ്റ് 3 ലിങ്ക്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു എക്സിക്യൂട്ട് ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ see this program, we have only 3 links in our target program. Means target.html ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡിവിഷൻ ഒന്നും വന്നിട്ടില്ല. I am showing you to see the difference between the two files. 2 പ്രോഗ്രാംസിന് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ ടേബിൾ എന്ന് പറയുന്ന ലിങ്ക് 3 ലിങ്ക്സ് നമ്മളോട് ഞാൻ പറഞ്ഞു. 3 ലിങ്ക്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ആദ്യം ടേബിൾ ഡിസ്പ്ലേ ചെയ്യുന്ന ലിങ്ക്, ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ലിങ്ക്, പിന്നെ മാർക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ലിങ്ക്. അപ്പോൾ സോ ഐ എം ഗോയിങ് ടു ക്ലിക്ക് ദി ടേബിൾ. സോ ഹിയർ ടേബിൾ ഈസ് ഓപ്പൺ. പക്ഷേ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വേറൊരു വെബ് പേജിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സെയിം വെബ് പേജിലല്ല, വേറൊരു വെബ് പേജിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, so I am going to close this. See, I am going to click the list button. Here also it is opened in another web page. Close. I have closed the nested. I am going to press the mark U. This is also opened in another web page. ഇനി നമ്മൾ ടാർഗറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമാണ് നോക്കാൻ പോകുന്നത്. സോ ഐ എം ഗോയിങ് ടു ക്ലോസ് ദിസ് ബ്രൗസർ GNedit. ഐ എം ഗോയിങ് ടു ദ മെയിൻ പ്രോഗ്രാം. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സി, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് I'm going to type as calls. Okay, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ 3 ടേബിൾസ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. I am going to execute this program. കണ്ടോ, ഇവിടെ എന്ത് സംഭവിച്ചു? We have divided the browser window into 2. നമ്മൾ നമ്മുടെ ബ്രൗസർ വിൻഡോനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. In the first section I have displayed the 3 links. Only the 3 links are displayed here. പഴയ പ്രോഗ്രാമിലും ലിങ്ക് ഡിസ്പ്ലേ ചെയ്തെങ്കിലും അതെന്തായിട്ടില്ലായിരുന്നു? ബ്രൗസർ വിൻഡോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. സോ ദാറ്റ് പ്രോഗ്രാം ഈസ് അപ്ലോഡഡ് ഇൻ ദി ഫസ്റ്റ് സെക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു?
that program, the previous program I have shown you is displayed in the first section. മുന്നേ കാണിച്ച ആ പ്രോഗ്രാം ഇവിടെ എന്ത് സംഭവിച്ചു, ഈ ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്തു, സോറി ഫസ്റ്റ് സെക്ഷനിലേക്ക് അപ്ലോഡ് ചെയ്തു. Now I am going to click the table. See, the table is displayed in the second frame. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? We have targeted the first link, have targeted to the second frame. We have already named this as bottom frame. ഈ ഫ്രെയിമിലേക്ക് അത് ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വെബ് പേജിലേക്ക് പോകാതെ സെക്കൻഡ് ഫ്രെയിമിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. Hope all of you understood this. So I am going to press the list button. See, list is also displayed in the second frame. Next I am going to click the marquee button. Marquee is also displayed in the second frame. Okay, so this is the use of target attribute. For oru section le links display cheyunnundu, sorry, links koduthukondu when I click that link, the content will be displayed in the different sections of the same browser window. That is the use of targeting frames. Okay. Next we are moving on to the very important section, nesting of frame set. അപ്പോൾ ഈ എന്താ ഇതിനെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? Here in the first case we are dividing. Nested means something inside something, frame set inside frame set. That is the meaning of nesting. So what is the speciality of this diagram? First we are dividing the browser window into two. First one will be the frame one. Okay, the first section will be the frame one, and in the second section we are again dividing the browser window vertically. So at the first step we should divide the browser window horizontally, and when the second frame like എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? we should again divide the browser window vertically. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെസ്റ്റിങ്ങോ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഡയഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, ഈ രീതിയിൽ എൻ്റെ വെബ് പേജ് വരണമെങ്കിൽ we should use nesting of frame set. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ആ പറഞ്ഞ 3 പ്രോഗ്രാംസ് തന്നെ ഈ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോവുകയാണ്. See how I have written this program. So first we have to divide the browser window horizontally into 2. So I have given as frame set rows horizontally aanu, adondu njan endu upayogichu rows upayogichu. The first section is 50% of the total browser window, total size of the browser window. Next remaining portion is occupied by the second portion. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഫ്രെയിം സെറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 ഫ്രെയിം ടാഗ് വേണം എന്നാണ് നമ്മൾ പ്രീവിയസ് കേസിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഫസ്റ്റ് ഫ്രെയിം ഷുഡ് ബി src is equal to I have to display table.html in the place of frame 1. Frame 1 ന്റെ കണ്ടന്റ് എന്തായിരിക്കണം? table.html. ടേബിളിന്റെ കണ്ടന്റ് ആയിരിക്കണം നമ്മൾ വരുന്നത്. And in the previous example we have already said that if I am going to divide the browser window into 2, I should use two frame tags. But here the second frame, when I come to the second section, here when I came to the second section, it again, not before adding the content, we should divide the frame again vertically into 2. അപ്പോൾ കണ്ടന്റ് അതിലേക്ക് വരണതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിനെ രണ്ടാമത്തെ ഫ്രെയിം ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം? We should divide the second section again vertically into 2. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സെക്കൻഡ് ഫ്രെയിം ഉപയോഗിക്കാതെ നമ്മൾ വീണ്ടും എന്തോ ഉപയോഗിച്ചത്? ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ചത്. Okay, so I am again giving as frame set calls equal to 50% comma star. That means the first vertical section should be 50% and the remaining should be occupied by the second frame of the second section division. Okay, ഇനി ഇവിടെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ 2 ഫ്രെയിംസ് അവിടെ ഉപയോഗിച്ചു. ഇത് ഇന്നർ ഫ്രെയിം ആണ്. ദിസ് ഇസ് ദ ഇന്നർ ഫ്രെയിം സെറ്റ്. അപ്പോൾ അതിൻ്റെ അവിടെ ക്ലോസ് ചെയ്തു. ദിസ് ഇസ് ദി outer frame set. അപ്പോൾ അതും ക്ലോസ് ചെയ്തു. So this is the meaning of nesting. One frame set tag is used inside another frame set tag. So this is the inner frame set and this is the outer frame set. Okay, so we are going to look how this will work. Nested frame set tag.
I'm going to execute the program. See, this is the output. So first we have divided into horizontally into two sections. First section I have displayed the table. In the second section, before displaying the content, we have to divide the second section vertically into two. And in the first section, vertical section, I have to display the nested list program, and in the second one I have displayed the MarQ program. Okay, so this is the meaning of nesting of frame set. Clear? Okay. So we are moving on to the last point of this class. Last one is no frames tag. This is also a tag. No frames. Frame vendor. So what is the meaning of no frames? Some browsers does not support frame set tag. Chila browsers frame set tags support illa. In that cases, no frame tags is used. So it is a container tag, and the content that is displayed or that is given inside the opening no frames and closing no frames will be displayed if the browser does not support the frame set tag. Chila browsers nammala frame set tag support cheyilla. Ippolte modern browsers ellam thanne support cheyyunnundu. Munne kalangalilonnum chila browsers support cheyyunnillayirunnu. In that situations, the content that is given within the opening tag no frame and the closing tag no frame will be displayed. In which situation? In which the browser, if the browser does not support the frame set tag. Clear? Okay. So with this we have completed dividing the browser window portion. In the next class we will be continuing with the forms, how to create a forms in HTML. Okay, thank you.